ഏറ്റവും കൗതുകമുള്ള മറ്റൊരു വാർത്ത, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ വാർഡിൽ LDF സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതാണ്. ജോസി ബാബു ചേർന്ന് വിവരങ്ങളുമായി. ജോസി, അവിടെ എന്താണ് സംഭവിച്ചത്? അജിൻഷെ, ജോസ് കെ മാണിയും കുടുംബവും വോട്ട് ചെയ്ത കോട്ടയം പാലാ നഗരസഭ 22-ാം വാർഡിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. അവരുടെ കുടുംബമായി വോട്ട് ചെയ്ത ബൂത്തിൽ കേരള കോൺഗ്രസ് സംഘത്തെ തോൽപ്പിച്ച് കോൺഗ്രസ് സംഘം വിജയിച്ചിരിക്കുന്നത്. ഒരു കോൺഗ്രസിന്റെ രജിതയാണ് വിജയിച്ചിരിക്കുന്നത്. അതാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവെക്കാൻ. ജോസി, ഒറ്റ കാര്യം കൂടി അറിയാനുണ്ട്. മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പ്രകടനം എങ്ങനെയാണ് ഇരുമുന്നണികളുടെ? ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ UDF വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു. 14 UDF മുന്നേറുന്നു, 7 LDF ഉള്ളത്. അതോടൊപ്പം തന്നെ നഗരസഭകളിൽ 6 നഗരസഭകളിൽ 4 ഇപ്പോൾ UDFന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 25, 26 എന്ന നിലയിലാണ് LDF UDF മുന്നേറ്റം. കൂടാതെ നേരത്തെ ഭരണം നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പുതുപ്പള്ളി പഞ്ചായത്തിലെ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ UDF ശക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. പുതുപ്പള്ളി പഞ്ചായത്ത്, അയർക്കുന്നം പഞ്ചായത്ത്, പാമ്പാടി പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത പങ്കുവെക്കാനുള്ളത്, ലതിക സുഭാഷ് തോറ്റിരിക്കുന്നു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് തോറ്റു. കോട്ടയം നഗരസഭ തിരുനക്കര 48-ാം വാർഡിലാണ് ലതിക സുഭാഷ് മത്സരിച്ചത്. സുശീല ഗോപകുമാറാണ് തോൽപ്പിച്ചത്. കോൺഗ്രസ് അംഗം സുശീല ഗോപകുമാറാണ് തോൽപ്പിച്ചത്. VN വാസവന്റെ സഹോദരന്റെ മകളും തോറ്റു. സ്മിത ഉല്ലാസ് മത്സരിച്ചത് പാമ്പാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായാണ്. 17-ാം വാർഡിലായിരുന്നു മത്സരിച്ചത്. CPM 15 വോട്ടുകൾക്കാണ് സ്മിത ഉല്ലാസിനെ തോൽപ്പിച്ചത്. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ വോട്ടെണ്ണൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുകയാണ്. കൃത്യമായ ഫലസൂചന ഇനിയും വന്നിട്ടില്ല. എന്താണ് ട്രെൻഡ് എന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല. ആദ്യത്തെ ഫലസൂചനകൾ വീണ്ടും മാറിമറിയുന്നു. കോഴിക്കോട് UDFനെ മറികടന്ന് LDF വീണ്ടും മുന്നോട്ട് വരുന്നു. വിജിൻ വായനൂർ തിരുവനന്തപുരമാണ് എല്ലാ ശ്രദ്ധയും. വിജിൻ, അവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ജയിച്ചത്, ആരൊക്കെയാണ് തോറ്റത്, നിലവിലെ നില എങ്ങനെയാണ്? കേൾക്കുന്നില്ല. അതായത് കോർപ്പറേഷനിലെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? 27-16, നേരത്തെ 27-15 ആയിരുന്നെങ്കിൽ ഒരു സീറ്റിൽ കൂടി LDF നിലവിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 27-16 എന്നുള്ള നിലയിലാണ്. 10 സീറ്റിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ LDF പറഞ്ഞിരുന്ന SP ദീപക് നിലവിൽ ജയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വഞ്ചൂർ P ബാബു ജയിച്ചിട്ടുണ്ട്. ഒപ്പം ചാക്കയിൽ നിന്ന് മത്സരിച്ച മുൻ കോർപ്പറേഷൻ മേയർ ആയിട്ടുള്ള K ശ്രീകുമാർ, അദ്ദേഹവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. മുട്ടടയിൽ വിജയമുണ്ടായിട്ടുണ്ട്. മറ്റ് സ്ഥലത്തെ ഔദ്യോഗികമായ വിജയപ്രഖ്യാപനങ്ങൾ നിലവിൽ വന്നിട്ടില്ല. ലീഡ് ചെയ്യുന്നു എന്നുള്ള കണക്കുകളാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിലവിൽ നൽകുന്നത്. എന്തായാലും BJPയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി.